ഭരിക്കുന്ന പഞ്ചായത്ത് എന്ന് പറയുന്നത് നിലമ്പൂർ നഗരസഭയാണ്. നിലമ്പൂർ നഗരസഭയിൽ LDF ആണുള്ളത്. അത് പക്ഷേ അൻവർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഈ നഗരസഭ കിട്ടുന്നതാണ് LDFനെ സംബന്ധിച്ച്. ഇത് UDFന്റെ സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ചെയർപേഴ്സൺ ആയിട്ടുള്ള, അതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു നഗരസഭയാണത്. പിന്നെ അമരമ്പലം പോത്തുകൽ പഞ്ചായത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന പഞ്ചായത്താണ്. പിന്നെ ചുങ്കത്തറയാണ്. ചുങ്കത്തറ ഒപ്പത്തിനൊപ്പമായിരുന്നു, അത് ടോസിലൂടെ ആയിരുന്നു അത് LDF ഉണ്ടായിരുന്നത്. പിന്നീട് അത് അൻവർ ഇപ്പോൾ ഇതിലേക്ക് മാറിയതിന് ശേഷം അത് UDFന്റെ ഭാഗമായി മാറി. വഴിക്കടവ്, എടക്കര, കരുളായി, മൂത്തേടം തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം UDFനൊപ്പം നിൽക്കുന്നതാണ്. അവിടെയൊക്കെ ലീഗിന് വലിയ സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിൽ സാധാരണ UDF ആണ് എപ്പോഴും ലീഡ് ചെയ്യുന്നതും സ്വാധീനം വരുന്നതും. പഞ്ചായത്ത് ഇവിടെ നഗരസഭ ഭരിക്കുന്നത് LDF ആണെങ്കിൽ പോലും UDFന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഓരോ പഞ്ചായത്തിലും നഗരസഭയിൽ നേരത്തെ ആര്യാടൻ ഷൗക്കത്ത് ചെയർമാനായ സമയത്ത് അദ്ദേഹത്തിനെതിരെ ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു. അത് വീണ്ടും ചർച്ചയാക്കിയിട്ടുണ്ട്. ഈ പ്രചരണത്തിലൊക്കെ ആളുകൾ അദ്ദേഹം ചെയർമാനായ സമയത്ത് വേണ്ട രീതിയിലായിരുന്നില്ല എന്നുള്ളത്, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയായതാണ്. അത് വോട്ടിങ്ങിൽ എങ്ങനെ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അമരമ്പലം, പോത്തുകലിലൊക്കെ LDFനെ സംബന്ധിച്ചിടത്തോളം അല്പം കോൺഫിഡന്റ് തരുന്ന പഞ്ചായത്തുകളാണ്. ആര്യാടൻ ഷൗക്കത്തിനുള്ള നെഗറ്റീവ് വോട്ടുകൾ അത് 2016 തന്നെ വീണ് കഴിഞ്ഞു. അതിന്മേലുള്ള ചർച്ചയും അതിനുശേഷം അങ്ങ് അവസാനിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ VV പ്രകാശ് നന്നായി പെർഫോം ചെയ്യുകയാണ്. 45% മുകളിൽ വോട്ട് ഷെയർ നേടി. അതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു പെർഫോമൻസ് നടത്തിയ സാഹചര്യത്തിൽ ക്രമാനുഗതമായി UDFന്റെ ഒരു തിരിച്ചുവരവ് മണ്ഡലം പ്രതീക്ഷിക്കുക. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് വലിയമായ രീതിയിലുള്ള വലിയ ഭൂരിപക്ഷം ലഭിക്കുന്നത് 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ മണ്ഡലം മാത്രം കൊടുത്തത്. അപ്പോൾ പക്ഷെ എല്ലായ്പ്പോഴും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഉണ്ടാവാറില്ല. എങ്കിൽ പോലും ഇത് ഘട്ടം ഘട്ടമായി വീണ്ടും UDFന്റെ ഒരു തിരിച്ചുവരവിന്റെ സാധ്യത അൻവറിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് സനീഷ്, അതുകൊണ്ട് തന്നെ UDFന്റെ ഒരു മേൽക്കൈ മണ്ഡലത്തിലുണ്ട്. ആ മേൽക്കൈയെ മറികടക്കണമെങ്കിൽ 2 ഘടകങ്ങൾ മാത്രമാണുള്ളത്. ഒന്ന്, അൻവർ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത്. 2, സ്വരാജിന് സ്വന്തം നിലയ്ക്ക് എത്ര വോട്ടുകൾ സ്വായത്തമാക്കാൻ കഴിയുമെന്നുള്ളത്. മൂന്നാമത് വരാൻ പോകുന്നത് ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരായ നെഗറ്റീവ് വോട്ടുകൾ, അല്ലേ?